എന്തുമുട്ടും കണ്ണീരില്ല വീട്ടിൽ എൻ്റെ കർത്താവിൻ്റെ വീട്ടിൽ ഞാനൊരിക്കൽ എത്തുമെൻ്റെ നാട്ടിൽ ഞാനൊരിക്കൽ എന്തുമുട്ടും കണ്ണീരില്ല വീട്ടിൽ എൻ്റെ കർത്താവിൻ്റെ വീട്ടിൽ
വ്യത്യസ്തമായ 2 സ്റ്റേറ്റുകളിൽ സുവിശേഷ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന മറ്റ് നിരവധി സുവിശേഷ പ്രവർത്തനങ്ങളുടെ അമരക്കാരായ ഫീബ എന്ന സംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള, അത് മാത്രമല്ല കാനഡയിലുള്ള മലയാളി സമൂഹത്തിന് ഏത് സമയത്തും ഏതൊരു ആവശ്യത്തിന് മുന്നിലും ഓടിച്ചെല്ലുവാൻ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിത്വമാണ് സഹോദരൻ ജോർജ് മാത്യു. MEC ക്രൈസ്തവ കൈരളിയുടെ മധുരകവി എന്ന ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്ന പുസ്തകത്തിന്റെ ചീഫ് എഡിറ്റർ കൂടിയായ സഹോദരൻ ജോർജ് മാത്യു ഇപ്പോൾ കടന്നു വന്ന് ഈ പുസ്തകത്തിന്റെ പ്രസാധനത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മോട് വിവരിക്കുന്നതാണ്. അതിനായി പ്രിയ സഹോദരൻ ജോർജ് മാത്യുവിനെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരൻ ഓർമ്മിച്ചതുപോലെ ഈ പുസ്തകം പ്രസാദനം ചെയ്യുവാൻ തക്കവണ്ണം ഫീബ എന്ന മിനിസ്ട്രിക്ക് സാധിച്ചു എന്നുള്ള ഓർത്തത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് പ്രിയ ദേവദാസ് കടന്നു വന്ന് ഇതിൽ സംബന്ധിക്കുവാൻ തക്കൊണ്ട് ഇടയാക്കിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പലരുമായിട്ട് ഞങ്ങൾ വളരെ അടുത്ത ബന്ധം പുലർത്തുകയും പ്രവർത്തിച്ചു വരികയും ചെയ്യുന്ന സഹോദരന്മാരാണ്. അതുപോലെ ഇവിടെയുള്ള പ്രിയപ്പെട്ടവരെയും കാണുവാനും ഇങ്ങനെയൊരു കാര്യങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ചെയ്ത ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഫീബ എന്ന മിനിസ്ട്രിയുടെ തുടക്കത്തിൻ്റെ ഒരു കാരണം ചെറിയാൻ സാറിൻ്റെ ചില സാക്ഷ്യങ്ങളും ചില ലേഖനങ്ങളും വായിച്ചപ്പോൾ എങ്ങനെയാണ് ഒരു ബാലസംഘം ഉണ്ടായത്, എങ്ങനെയാണ് ഒരു YMF ഉണ്ടായത്, അതിനെന്തെല്ലാം ചലനങ്ങൾ ആത്മീയ ഗോളത്തിൽ വരുത്തുവാൻ തക്കോണം സാധിച്ചു, ഇവയൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സഹോദരന്മാർക്ക് ഒരു പ്രചോദനമായിരുന്നു. നാം ചെറിയ സാറിൻ്റെ പാട്ടുകളാണ് പലപ്പോഴും പ്രധാനമായിട്ട് മുന്നിൽ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ ചെറിയാൻ സാറ് ഒരു സർവകല അല്ലെങ്കിൽ പലവിധ ബഹുമുഖ പ്രതിഭകളുള്ള ഒരു സഹോദരനായിരുന്നു. ആ കാര്യങ്ങളിൽ മുൻകൈ എടുത്തിട്ടുള്ളവരായിരുന്നു. മധുരയിലെ കോണുകളിൽ കൂടി സുവിശേഷവുമായിട്ട് നിന്ന് തൻ്റെ സാഹിത്യവും അല്ലെങ്കിൽ എതിരുകളുമായിട്ട് നിൽക്കാമായിരുന്നെങ്കിലും കേരളക്കരയുള്ള വിശ്വാസികളെ കൂടെ ഉത്ബോധിപ്പിക്കുവാൻ തക്കൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി ബാലസംഘം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുവാൻ തക്കോണം ഈ പ്രിയ ദേവദാസിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അമേരിക്കയിലും കാനഡയിലും കുടിയേറിപ്പാർത്തിട്ടുള്ള ദൈവമക്കൾ, അവിടെ കർത്താവിന് സാക്ഷ്യം പ്രവർത്തിക്കുന്ന ദൈവമക്കൾ ആ രീതിയിൽ ജീവിക്കുന്നു. ആ രീതിയിൽ ആ സംസ്കാരത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കേണ്ട സാഹചര്യം ഉള്ളപ്പോഴും തങ്ങൾ വിട്ടുവന്നിട്ടുള്ള രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് കാണിച്ചു തന്നിട്ടുള്ള ആ സംസ്കാരം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പകർന്നു കൊടുക്കണം. നമ്മുടെ രാജ്യത്തോട് നമുക്ക് കടപ്പാടുണ്ട്. ആ പ്രവർത്തനങ്ങളോട് നമ്മൾ സഹകരിക്കണം. നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. ഇങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങളോടുകൂടിയാണ് ഫീബ എന്ന മിനിസ്ട്രി ഉണ്ടാകുവാൻ തക്കോണ്ടിടയായത്. അവിടെ ഒരു കോൺഫറൻസ് വർഷം തോറും നടക്കുന്നുള്ള വാസ്തവമാണ്. അത് വളരെ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. അതിന് യാതൊരുവിധ തടസ്സവും ഉണ്ടാകാതെ, എന്നാൽ മലയാളി സഭകളുമായിട്ട് ചേർന്നുകൊണ്ട് ആ വിധത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് 2004 ഗൂസ്മിൽ വെച്ച ഈ ഫീബ മിനിസ്ട്രി ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. MM സക്കറിയ, ഇന്ന് കാലുവിനടുത്തായിരിക്കുന്ന MM സക്കറിയ സഹോദരനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതോടൊപ്പം തന്നെ ധാരാളം പുസ്തകങ്ങളുള്ളൊരു സ്ഥലമാണ് അമേരിക്കയും കാനഡയും. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ചു വന്നിരിക്കുന്ന ചില തത്വങ്ങളും ആ സംസ്കാരവും അല്ലെങ്കിൽ വചനത്തിൻ്റെ ആ ആഴം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കേണ്ടത് ആവശ്യമാണെന്നുള്ള ബോധ്യത്തിൽ ആദ്യം പ്രസിദ്ധീകരിച്ചതാണ് സൺഡേ സ്കൂൾ ബുക്ക്. ചില ഇവിടുത്തെ നമ്മുടെ സൺഡേ
സ്കൂൾ ബുക്ക് സംഘാടകരുമായിട്ട് ചേർന്നുകൊണ്ട് അവിടെ പ്രസിദ്ധീകരിക്കുവാനൊക്കെ ഇടയായി. ഇന്ന് അനേക സഭകൾ, അതായത് ഇംഗ്ലീഷ് ബ്രദറൻ പോലും ആ സൺഡേ സ്കൂളിന് ഈ പുസ്തകങ്ങൾ പ്രൊമോട്ട് ചെയ്യത്തക്കോണം ദൈവം എടുത്തുപയോഗിച്ചെന്നുള്ള വാസ്തവമാണ്. അപ്പോൾ കോൺഫറൻസുകള്, ഇന്ത്യയിലെ പ്രവർത്തനങ്ങള്, ഇന്ത്യയിലെ നിന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന മഹനീയമായ കാര്യങ്ങൾ അതെങ്ങനെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉണ്ടായിട്ടുള്ള പുസ്തക പ്രസിദ്ധീകരണങ്ങൾ ഇവയൊക്കെ ഫീബ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ആദ്യത്തെ പുസ്തകമല്ല, 2-3 പതിപ്പുകൾ, വാർഷിക പതിപ്പുകൾ ഇറക്കിയിട്ടുണ്ട്. അതിലുപരിയായി 2-3 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഉപദേശം, ഞാൻ കൊച്ചിലെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ചെറിയ സാറിനെ കുറിച്ച് അനേകം കാര്യങ്ങൾ ഞാൻ അടുത്തിടപെട്ടിട്ടുള്ള ആളല്ല. കാരണം എൻ്റെ യൗവനകാലത്ത് ഞാൻ ദൈവഭാഗത്തല്ലായിരുന്നു. എന്നാൽ ഞാൻ രാഷ്ട്രീയമായ കാര്യങ്ങളിലൊക്കെ പോയിട്ട്, എന്നാൽ അന്നും മീറ്റിങ്ങുകളിൽ ചെറിയ സാറിൻ്റെ പ്രസംഗങ്ങൾ എന്നെ ആകർഷിക്കുന്ന പ്രസംഗമായിരുന്നു. എന്നാൽ ചെറിയ സാറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പ്രിയ ഏറ്റിയുടെയും അതുപോലെ ചാൾസിൻ്റെ ഒക്കെയും വകയിൽ നിന്ന് പല കാര്യങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെ ഒരു ദേവദാസന്റെ പാട്ടുകൾ ഞങ്ങൾ ഒന്നിച്ച് റിട്രീറ്റിനൊക്കെ പോകുമ്പോൾ പാട്ടുകൾ പാടുന്നതിലെ പ്രധാനമായ പാട്ടുകൾ ഈ ചെറിയ സാറിൻ്റെ പാട്ടുകളാണ്. ഗീതം ഗീതം, എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, ഇങ്ങനെ മനോഹരമായ പാട്ടുകളൊക്കെ പാടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ അവരോട് അറിയേണ്ടത് ആവശ്യമാണ്. ആ തലമുറ അത് അറിഞ്ഞിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പുസ്തകങ്ങളൊക്കെ ഇറക്കിയത്. അതുപോലെ തന്നെയാണ് ഒരു പുസ്തകം ഒരു 3 കൊല്ലത്തിന് മുമ്പ് ഞങ്ങൾ ദിസ് വി ബിലീവ്, എന്താണ് വേർപാട് സഭ, വേർപാട് പ്രസ്ഥാനം, അല്ലെങ്കിൽ നമ്മുടെ വേർപാട് സഭകൾ വിശ്വസിക്കുന്നത്, അത് കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഭാഷയിൽ പകർന്നു കൊടുക്കത്തക്കോണം, എല്ലാം ഇംഗ്ലീഷ് ആണെങ്കിലും അവരുടേതായ ശൈലിയിൽ കൂടി പകർന്നു കൊടുക്കാൻ തക്കോണം നമ്മുടെ അലക്സാണ്ടർ കുഞ്ഞിനെ കൊണ്ട് എഴുതിപ്പിച്ച് ഒരു മനോഹരമായ പുസ്തകം ആൾ പ്രസിദ്ധീകരിച്ച എല്ലാ പ്രതികളും തീർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതും ചെയ്യുവാൻ തക്കോണം ദൈവം കൃപ ചെയ്തു. ഞാൻ എന്തുകൊണ്ടാണ് ആ പുസ്തകം വരുമ്പോൾ പലപ്പോഴും ഞാൻ കൊച്ചിലെ ഞാൻ കേട്ട ഒരു പ്രസംഗം, ഞാൻ അന്ന് ദൈവത്തിലെങ്കിലും ആരോട് പ്രസംഗിച്ച ഒരു കാര്യം ഞാൻ ഓർക്കുകയുണ്ടായിരുന്നു. പറയും എന്താണ് വേർപാടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് യു ബിലീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേർപാടുകാർ പറയും വി ബിലീവ് വാട്ട് ബ്രദറൻ ബിലീവ്, വേർപാട് സഭയിൽ വിശ്വസിക്കുന്നുവോ അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയും. ഇനിയും അവരോട് വീണ്ടും ചോദിക്കാണ് എന്താണ് വേർപാട് സഭ വിശ്വസിക്കുന്നത്, അവർ പറയും വേർപാട് സഭ വിശ്വസിക്കുന്നത് ഞാനും വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചോദിക്കാൻ നിങ്ങൾ രണ്ടും എന്താണ് വിശ്വസിക്കുന്നത്, അവർക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ രണ്ടും ഒന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള ഉപദേശങ്ങള് എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു കാലത്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ തലമുറകള്, ഞങ്ങളെ അനേക കുഞ്ഞുങ്ങള് അമേരിക്കയിലും കാനഡയിലുള്ളവർ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഉപദേശങ്ങളുടെ എന്താണ് ധർമ്മത്വം, ഇതൊക്കെ അറിയാൻ വേണ്ടി ആ പുസ്തകം എടുക്കുവാൻ കൊണ്ട് ഇടയായി, അത് പ്രസിദ്ധീകരിക്കുവാൻ കൊണ്ട് ഇടയായി. അതൊരു ഹിറ്റായി, അനേകം പേർക്ക് അത് വാങ്ങിച്ചു. ഇനിയും വീണ്ടും അത് അടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് ഞങ്ങൾ കഴിഞ്ഞ ലിജോ ഇറക്കിയ നാഗൽ സാഹിബിൻ്റെ പുസ്തകം ഞാൻ വായിക്കാനിടയായി. അത് വായിച്ചു കണ്ടപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ലിജോട് പറഞ്ഞു, ലിജോ നമുക്ക്, അതായത് നമ്മുടെ സഭയിലെ സൈമൺ സാറ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം ജനകീയനായ ഒരു നേതാക്കന്മാരും പണ്ഡിതന്മാരും ധാരാളം ഉണ്ടായിരുന്നുവെങ്കിലും ജനകീയനായ ഒരു നേതാവായിരുന്നല്ലോ ചെറിയാൻ സാറ്. ആ ചെറിയാൻ സാറിനെ കുറിച്ച് നമുക്കൊരു പുസ്തകം ഇറക്കണ്ടേ, അത് ഫീബ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ലിജോ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ചെയ്യാം, അത് പരിപൂർണമായിട്ട് ഞാൻ കാര്യങ്ങൾ ക്രമീകരിക്കാം. അങ്ങനെ പറഞ്ഞ് തുടങ്ങി ഈ ആയത്. എന്നാൽ അതിലുപരിയായിട്ട് ചരിത്രപരമായിട്ടുള്ള പല പുസ്തകങ്ങൾ ചെറിയാൻ സാറിനെ കുറിച്ച് അറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പുതുമയില്ലാത്തത് കൊണ്ട് ലിജോ പറഞ്ഞു എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലെ ഇതിലൊരു പഠന പുസ്തകമാകുന്ന രീതിയിൽ എഴുതുവാൻ തക്കോണം നമുക്ക് എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാന്ന് എഴുതി പൂർണ്ണ സ്വാതന്ത്ര്യം പ്രിയ സഹോദരന് വിട്ടുകൊടുത്തു. അത് ഈ മനോഹര പുസ്തകമായിട്ട് ഇങ്ങനെ വരുവാൻ തക്കോണം ഇടയായി. അത് ഞങ്ങള് കഴിഞ്ഞ ഓഗസ്റ്റില് കാനഡയിൽ വെച്ച് നടന്ന കോൺഫറൻസിൽ വെച്ച് ഇത് പ്രസിദ്ധീകരിച്ചു, ഇത് പ്രകാശനം ചെയ്തിരുന്നു. അത് വായിച്ച് കൊണ്ടുപോയിട്ടുള്ളവരൊക്കെയും ഇത്ര മനോഹരമായ പുസ്തകം എന്നുള്ള പേര് കേൾക്കുവാൻ കൊണ്ട് ഇടയായി. അതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്, അതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നതായ കാര്യങ്ങൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ സമയം തീർന്നുകൊണ്ട് ഫീബായ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം.
ഫീബായുടെ ഉദ്ദേശം, പ്രധാനമായ ഉദ്ദേശം, അതായത് ദൈവമക്കളുടെ മുമ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകമായിട്ട്, നാളെ കാലത്ത് സഭകളോട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഇതായിട്ട്, ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് ഒരു കൈത്താങ്ങൽ കൊടുക്കുന്ന സഭ ഇതായിട്ട്, ആ കൈത്താങ്ങൽ ഒരു മിനിസ്ട്രി ആയിട്ട് തീരുവാൻ തക്കോണം, നിലനിൽക്കുവാൻ തക്കോണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ഞാൻ അപേക്ഷിക്കുകയാണ്. ഇനിയും പുസ്തകങ്ങൾ ഉണ്ടാകുവാൻ തക്കോണം. ചില കാര്യങ്ങളിൽ ഫീബ ഇവിടെയുള്ള ദൈവങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ളവരാണ്. അതിന് ദൈവം തരുന്ന പ്രേരണയനുസരിച്ച് ചെയ്യുമെന്നുള്ള പരിപൂർണ്ണ ബോധ്യമായിക്കൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളിൽ ഓർത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെയുള്ള എല്ലാ ദൈവങ്ങൾക്ക് വേണ്ടിയും അനേകം ദൈവമക്കള് ഒന്നിച്ച് പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രവർത്തിക്കുന്ന മാത്യു ബ്രദർ ഞങ്ങളുടെ മുമ്പിലുണ്ട്. പലരും ചേർന്ന് പ്രവർത്തിക്കുന്ന കാനഡയില്, അതുപോലെ അമേരിക്കയിലുള്ള വിവിധ സഭകളിലുള്ള ദൈവമക്കൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു മിനിസ്ട്രിയാണ്. ഞങ്ങളുടെ കൃഷ്ണൻ കോവിൽ ഒരു ശുശ്രൂഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും ഞങ്ങൾ ആന്ധ്ര, കർണാടക, തമിഴ്നാട് ഇങ്ങനെയുള്ള വിവിധ ഭാഗങ്ങളിൽ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവങ്ങൾ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് ലിജോയ്ക്കും വേണ്ടി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പുസ്തകം അനേകർക്ക് പ്രയോജനകരമായി തീരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഈ ആഴ്ചയിൽ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പാട്ടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഇങ്ങനെ യാദൃച്ഛികമായിട്ട്, അതൊരു നമ്മുടെ ക്രിസ്തീയ മാസികയിൽ വന്നതൊന്നുമല്ല, ഒരല്ലാതെ ഞാൻ കൊണ്ടുവന്ന് പ്ലെയിനിൽ കയറുമ്പോൾ ഒരുപാട് പേപ്പറുകൾ എടുക്കുമ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നില്ലേ, തോമസ് ക്രിഷാം എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എഴുതിയ ഒരു പാട്ടിനെ കുറിച്ച് പറഞ്ഞു, ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്. ആ പാട്ടിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ഞാൻ. നമ്മുടെ അവിടുത്തെ ഇംഗ്ലീഷ് ഞങ്ങൾ പാടുമ്പോൾ പലപ്പോഴും എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുള്ള ഒരു പാട്ടാണ് ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്, മോർണിംഗ് ബൈ മോർണിംഗ് ന്യൂ മേഴ്സീസ് ഐ സീ. ഇതിലുള്ള മനോഹരമായ പാട്ട്, വലിയ ആ പാണ്ഡിത്യമാർന്ന ഒരു പദപ്രയോഗങ്ങളല്ല പാട്ടിലുള്ളത്. എന്നാൽ ഈ പാട്ട് എന്ത് പ്രചാരമായി തീർന്നു എന്ന് ഓർത്ത് ആ പുസ്തകത്തിന് ആ പാട്ടിൻ്റെ ചരിത്രം ഇങ്ങനെ എഴുതിയിരിക്കുന്ന 2-3 വാക്കുകൾ ഇങ്ങനെ പറയാം. തോമസ് ക്രിഷാം ഒരു സാധാരണക്കാരനായിരുന്നു. 12ാം ക്ലാസ് പൂർത്തീകരിക്കാത്തൊരു വ്യക്തിയായിരുന്നു. ഒരു സ്കൂളിലെ ഒരു അറ്റൻഡറായിട്ട് ഒരു ക്ലർക്കായിട്ട് ജോലി കിട്ടി. ആ കാലത്തിൽ 50 അങ്ങനെ ജോലി കിട്ടിയ ആ മനുഷ്യൻ ശാരീരിക സുഖമില്ലാതിരുന്നപ്പോൾ തന്നെ ജോലിയും പോയി. അദ്ദേഹം ജീവിക്കുവാൻ വേണ്ടി എന്താണ് മാർഗമെന്ന് നോക്കിയിട്ട് വളരെ പ്രയാസത്തോടെ ഒരു ഇൻഷുറൻസ് ഏജൻ്റായിട്ട് അന്നന്ന് ചെലവിന് കഴിയാനുള്ളത് മാത്രം കൊണ്ട് അവസാനം വരെ ജീവിച്ച ഒരു വ്യക്തിയാണ്. ഒരു പണക്കാരനായി തീരുകയോ ആ വ്യക്തിയല്ലായിരുന്നു. എന്നാൽ തൻ്റെ ജീവിതഗന്ധിയായ, തൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്നതായ, ദൈവമേ എല്ലാം മാറിപ്പോകും എന്നാൽ നീ ഒരിക്കലും മാറാത്ത ആൾ, ആ നീ എൻ്റെ ദൈനംദിനം തരുന്ന ഓരോ ദിവസവും തരുന്ന നന്മകളാൽ എന്നെ നടത്തുന്ന എഴുതിയ ആ മനോഹരമായ ഗാനം ഇംഗ്ലീഷ് വിശ്വാസികളുടെ ഇടയിൽ എത്രയോ പ്രചാരമായി തീർന്നെന്ന് ഓർത്തപ്പോൾ, ഞാൻ ഇവിടെ വരുന്ന സന്ദർഭം കൂടി ഓർത്തപ്പോൾ, ചെറിയാൻ സാറിൻ്റെ പാട്ടുകൾ എത്രയെത്ര ഹൃദയങ്ങളെ ആകർഷിച്ചു, സന്തോഷിപ്പിച്ചു. അത് സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അകത്തെ ആ ലാളിത്യം, ഇപ്പോൾ പാടിയ പാട്ടുകളൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ എങ്ങനെ കഴിയും? ദൈവമാവാൻ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് ഇപ്പോൾ പീവ എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച്, മിനിസ്ട്രിയെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥന ഓർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു അറിയിപ്പുണ്ട്. ഒരു സഹോദരൻ്റെ ബൈക്കിൻ്റെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഒരു അറിയിപ്പുണ്ട്. ഒരു സഹോദരൻ്റെ ബൈക്ക്
ബൈക്കിന്റെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കണ്ട് കിട്ടിയിട്ടുള്ളവർ അല്ലെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ആർക്കെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമ്മൾ കൃത്യം 5:30-ക്കാണ് നമ്മുടെ മീറ്റിംഗ് ആരംഭിച്ചത്. ഇപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഈ പിടിയില്ലാത്ത കസേരയിൽ ദീർഘമായിട്ടുള്ള നമ്മുടെ ഇരിപ്പ് നിശ്ചയമായിട്ടും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് നമുക്ക് അടുത്ത പാട്ട് പാടുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കരങ്ങളെയൊക്കെ ഒന്ന് അടിച്ച് പാടാം. ഇരിപ്പിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമല്ല, ചെറിയാൻ സാർ എഴുതിയ വളരെ മനോഹരമായ പ്രത്യാശ നിറഞ്ഞ ഒരു ഗാനമാണ് അടുത്തതായിട്ട് നാം പാടാൻ പോകുന്നത്. എനിക്കുണ്ടൊരു പുത്തൻ വീട് പാർക്കാൻ. നമുക്ക് പാർക്കുവാനായിട്ട് നമ്മുടെ സ്വർഗീയനാഥൻ സ്വർഗത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ വീടിനെ ഓർത്തുകൊണ്ട് ആ മനോഹരമായ വീട്ടിൽ പാർക്കുവാനുള്ള അതിയായ